യെസ് ഡോക്ടർ, മറ്റൊരു കോളർ കൂടി ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാറാണ് വിളിക്കുന്നത്. കൃഷ്ണകുമാർ, സംസാരിക്കാം. ഹലോ, തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാറാണ് സംസാരിക്കുന്നത്. എന്റെ മോന് പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് മുൻകോപം വരികയും എടുത്തയാട്ടം കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ചെറിയൊരു ഷോക്ക് കൂടെ അവന് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ചില സമയത്ത് കുറച്ച് ഒരു വയലന്റ് ആവുന്നതോ അക്രമ രീതിയിലുള്ള ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഇതിലൂടെ സൈക്കാട്രിസ്റ്റിനെ ഭേദപ്പെടുത്താൻ സാധിക്കും. മോന് ഇപ്പൊ 23 വയസ്സുണ്ട്. 23 വയസ്സുണ്ട്. മറ്റ് ലഹരി ഉപയോഗങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളുമില്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പം? പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ മുൻകോപം കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കുറ്റബോധം വരാറുണ്ടോ? അതായത് ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ടില്ലായിരുന്നു, അങ്ങനെയുള്ള കുറ്റബോധം പ്രകടിപ്പിക്കും? അങ്ങനെ ചെറിയ രീതിയിൽ വരാറുണ്ട്. ഓക്കെ. അപ്പം അദ്ദേഹത്തിന് ദേഷ്യപ്രകടനം നടത്തുന്നതിലുണ്ടാകുന്ന നിയന്ത്രണത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാവാം. അതെ, പെട്ടെന്ന് ചെറിയൊരു ഷോക്ക് കൂടെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. അതെ, അത് പെട്ടെന്ന് വയലന്റ് ആവുക, അല്ലെങ്കിൽ ഭയങ്കര കടന്ന് പ്രവർത്തിക്കുക, ആക്രോശിക്കുക, വീട്ടിലെ സാധനങ്ങൾ കേടുവരുത്തുക, അക്രമ സ്വഭാവം കാണിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ചിലപ്പം ഒരു സൈലന്റ് ആവുമ്പോൾ ഒരു ചെറിയൊരു പശ്ചാത്താപം പോലൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ശരി. ഓക്കെ. അപ്പോൾ അത് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡർ എന്ന് വിളിക്കുന്നത്, അതായത് ഇന്റർമീഡിയറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്നൊക്കെ വിളിക്കുന്ന ചില വിഭാഗം രോഗങ്ങളുണ്ട്. അല്ലെങ്കിൽ രോഗങ്ങളല്ല, ചില അവസ്ഥകളാണ്. അതാവാം ചിലപ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ ലക്ഷണങ്ങളാവാം. അത് എന്താണെന്നുള്ളത് അവർക്കൊരു സഹായം ചിലപ്പോൾ അവർക്ക് തന്നെ വേണ്ടി വരും. അവർക്ക് തന്നെ അറിയാം, ഞാൻ ദേഷ്യം പിടിക്കുന്നുണ്ട്, അത് ചിലപ്പോൾ ഒരു പരിധിയിൽ കഴിയുന്നുണ്ട്, ഞാൻ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഇത്തരം ദേഷ്യപ്രകടനം എന്നുള്ളത് അവർക്ക് തന്നെ അറിയുമെങ്കിൽ അവരെ തന്നെ നമ്മൾ ഒരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി, 23 വയസ്സായ ഒരു ആളായതുകൊണ്ട് നമുക്ക് അവരോട് തന്നെ സംസാരിച്ച് അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കാം. ഇതൊക്കെ നിയന്ത്രണ വിധേയമാക്കാനാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ജോലിയെ അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ബാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് നല്ലൊരു ബന്ധം ഇയാളായിട്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇയാളെ സമ്മതത്തോടു കൂടി ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം.